ഞാൻ മുമ്പും ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായ? അപ്പൂപ്പൻ താടിയല്ല. അപ്പൂപ്പൻ താടിയുടെ നമ്മൾ സാധാരണ കാണുന്ന ഇതിന് വ്യത്യാസമില്ല. ഇത് കണ്ടോ, ഇത് അടീനിയത്തിൻ്റെ വിത്തുകളാട്ടോ. ഈ മുറ്റം മുഴുവൻ അടീനിയത്തിൻ്റെ ഇതാണ്. പറന്ന് പറന്ന് നടക്കുകയാണ്. ഞാൻ കുറേയൊക്കെ കുഴിച്ചിട്ടു, എന്നാലിത് ഇതേ പൊട്ടി പൊട്ടി ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വേണ്ട, മുറ്റം മുഴുവനുണ്ട്. ദേ കാണാൻ പറ്റുന്നുണ്ടോ? അത് വേണ്ട, ചൊറിയൻ പുഴുവിൻ്റെ പോലെ ആയിരിക്കും പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ഇതേ മമ്മി ഇങ്ങനെ നിറച്ചിതേ ഇവിടെ വെച്ചേക്കല്ലേ, നമ്മുടെ മതിലുമ അടീനിയം വെച്ചേക്കേ. കണ്ട, അടീനിയത്തിൻ്റെ ഇത് ഇതേ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കുറേ തൈകളുണ്ട്, ചെടിയുണ്ട്, അടീനിയം കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി കുറേയൊക്കെ റോട്ടിലും പോകണ്ടട്ടാ, കുറേയൊക്കെ ദേ താഴെ ദേ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ്, ഇതേന നല്ലോണം നോക്കിയാലേ കാണുള്ളൂ. കണ്ട, മുറ്റം മുഴുവൻ ഇങ്ങനെ അപ്പൂപ്പൻ താടികൾ നടക്കുകയാണ്. കണ്ട, ശരിക്കും പറഞ്ഞാൽ നല്ല രസമാട്ടോ, നല്ല മനോഹരമായ കാഴ്ചയാണ്. എല്ലാം പെറുക്കിയെടുത്ത് ഞാൻ കുഴിച്ചിടേണ്ട. എന്നിട്ട് അപ്പോൾ നിങ്ങൾ അടീനിയം വിത്തുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇത് കണ്ടതേ, ഇത് ഈ കൊമ്പ് പോലെ കണ്ടോ. ഇപ്പം മതിലിൻ്റെ മുകളിൽ വെച്ചേക്കണാൻ എനിക്കും കഴിയത്തില്ല, എനിക്ക് വളരെ പൊക്കം കുറവാണ്. കണ്ടോ, ഇത് കണ്ട ആനക്കൊമ്പ് പോലെ നിൽക്കുന്നതാണ് അടീനിയത്തിൻ്റെ വിത്ത്. ഇതിപ്പോൾ ഇവിടെ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ കുറേയൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇതിങ്ങനെ ഉണങ്ങും. നമ്മുടെ പഞ്ഞിയുടെ കായില്ലേ, പഞ്ഞിയുടെ കായ ഉണങ്ങണ പോലെ ഉണങ്ങിയിട്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പഞ്ഞിക്കായൊക്കെ പറഞ്ഞാൽ അറിയുമെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് ഉണങ്ങിയിട്ട് ഇതിങ്ങനെ പൊട്ടിയിട്ടാണ് ഇങ്ങനെ പറന്ന് കിടക്കുന്നത്. പിന്നെ അടീനിയം നട്ടുമ്പോൾ നോക്കിക്കോട്ടെ, കുറേ ഇത് കേട്ടോ, ഇവിടെ ദേ ഒരെണ്ണം കണ്ട, ഇത് ഉണങ്ങി ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നതാട്ടാ. കണ്ട, അപ്പോൾ അതുപോലെ ഇങ്ങനെ പൊളിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ അടീനിയൊക്കെ നടുന്നവർ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് കാലം കഴിയുമ്പോൾ വിത്ത് ഉണ്ടാവും. ഇതുപോലെ വിത്ത് നട്ടാൽ ഇഷ്ടംമാതിരി തൈ ഉണ്ടാകുകയും ചെയ്യും.